2023 ഏപ്രിൽ 5 അർദ്ധരാത്രിയായിരുന്നു സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദനമേറ്റത്. നമ്മൾ ഇന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ വിവരം പുറത്തുവിട്ടിരുന്നു. അതായത് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വളരെയേറെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്തിന് ലഭിച്ചത്. അതായത് ആ മർദ്ദനം നടന്ന ആ ദിവസം മുതൽ അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് രാത്രി സുജിത്തിൻ്റെ സുഹൃത്തുക്കൾ കുന്നംകുളത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നും വന്ന കുന്നംകുളം SI നൂഹ്മാൻ ഉൾപ്പെടെയുള്ള സംഘമാണ് അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് ഈ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് സുജിത്ത് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തിനാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തതോടുകൂടി പോലീസ് നേരെ സുജിത്തിന് നേരെ തിരിയുകയായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് സുജിത്തിനെ എത്തിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വിവിധ മുറികളിലായി CCTVയുടെ താഴെ തന്നെ CCTV ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് കൂടി അതിനെ യാതൊരു വിധത്തിലും വില വയ്ക്കാതെ ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ ആയിരുന്നു പോലീസിൻ്റെ ഒരു പെരുമാറ്റം. അതിക്രൂരമായി ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിൽ പോലും സുജിത്തിന് മർദ്ദനമേറ്റു എന്നാണ് സുജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം നേരെ പോലീസ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് സുജിത്തിന് എതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതായത് മദ്യപിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇത്തരത്തിൽ ഈ സുജിത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ സുജിത്തിനെ വൈദ്യപരിശോധനയിൽ വിധേയമാക്കിയതോടുകൂടി ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. അതോടുകൂടി കോടതി സുജിത്തിനെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പിന്നീട് ഈ കേസിൽ വെറുതെ വിടുകയും ചെയ്തു. സുജിത്തിൻ്റെ ഈ ഒരു സംഭവത്തിൽ, അതായത് സുജിത്തിൻ്റെ പരാതിയിലാണ് ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ, അന്ന് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കോടതി നേരിട്ട് കേസെടുത്തത്. അന്നത്തെ കുന്നംകുളം SI ആയിരുന്ന SI നൂഹ്മാൻ, അതിനോടൊപ്പം തന്നെ സന്ദീപ്, സജിത്ത്, അതിനോടൊപ്പം തന്നെ ശശിധരൻ എന്ന് പറയുന്ന 4 പോലീസുകാർക്കെതിരെയാണ് നിലവിൽ കോടതി കേസെടുത്തിരിക്കുന്നത്. 2023 നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് നമ്മൾ പുറത്തുവിട്ടത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.